വളരെ സത്യമാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു ഡോക്ടറെങ്കിലും നട്ടല്ലോടുകൂടി പറയാനുള്ള ശക്തി ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നുവെച്ചാല് മെഡിക്കൽ കോളേജിൽ ഇത് തന്നെ നടക്കുന്നത്. സാധനങ്ങളില്ല. എനിക്ക് തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ വീടിൽ നിൽക്കുന്ന സ്ത്രീയുടെ മകന്റെ ഓപ്പറേഷനും ട്രീറ്റ്മെന്റിനും ഒക്കെ ചെന്നപ്പോ അവര് സഫർ ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കും, മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് മരുന്ന് കിട്ടത്തില്ല? മാഡം, എല്ലാത്തിനും ഞങ്ങൾ വെളിയിൽ പോയി വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ നിരന്തരം അതാണ് അവിടെ നടക്കുന്നത്. മിക്ക ഡിപ്പാർട്ട്മെന്റിലും ഡോക്ടർ ഹാരിസ് പറഞ്ഞ പോലെ ഇത് തന്നെ നടക്കുന്നത്. പക്ഷെ ഒരു മനുഷ്യരും അത് വെളിയിൽ പറയത്തില്ല. അതാണ് ഇതിനകത്തുള്ളത്. ഒരു നട്ടലുള്ള ഡോക്ടർ ഉണ്ടല്ലോ, ഐ വാണ്ട് ടു ഗോ ആൻഡ് സീ ഹിം ആൻഡ് അപ്രീഷിയേറ്റ് ഹിം. ഡോക്ടർ, അതേപോലെ തന്നെയാണ് ഈ ആരോഗ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. നമുക്കറിയാം എത്ര ഇടത്തു നിന്നാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പത്തനംതിട്ടയിലൊക്കെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളൊക്കെ അവർക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലുമുള്ള സൗകര്യങ്ങൾ പോലും അവിടെ ഇല്ല, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഉപകരണങ്ങൾ പോലും ഇല്ല, മുതലായ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ നിരന്തരമായിട്ടാണ് ഇതുപോലെ പറയുന്നത്. അതേപോലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ചും ശസ്ത്രക്രിയ വീഴ്ചകളെക്കുറിച്ചും ഒക്കെ തന്നെ പറയുകയാണ്. പക്ഷേ ഇതൊന്നും കേൾക്കാനുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ സത്യമാണ്. ഞാനൊരു കാര്യം പറയാം. ഈയിടെ കുറെ സാമ്പിൾ ഇവർ കളക്ട് ചെയ്തിട്ട് ഒരിടത്ത് കൊണ്ടുവച്ച് ഒരാളെടുത്തോണ്ട് പോയി എത്ര ഈസി ആയിട്ടാണ് അത് കൈകാര്യം ചെയ്തത്. എന്നിട്ട് സാമ്പിൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ എടുക്കുന്നതാണ്. അത് പിന്നെ പത്തോളജിയിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് അത് കൂടുതലായിട്ട് ഫെർദർ ആയിട്ട് അത് ചെക്ക് ചെയ്യുന്നത്. അതുപോലും അത്ര നിസ്സാരമായിട്ട് ഈ പറയുന്നതൊക്കെ വളരെ സത്യമാണ്. പക്ഷെ പ്രതികരിക്കണ്ടേ? ഒരു ഡോക്ടർ പ്രതികരിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് ഉണ്ടായല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സത്യമാണ്. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഹാരിസ് പറഞ്ഞു, മിനിസ്റ്റർ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ അതിന്റെ മേലധികാരികളുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അതിന്റെ അർത്ഥം അത് മിനിസ്റ്ററെ അറിയിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കണ്ടിടത്തോളം കേട്ടിടത്തോളം വളരെ നെഗ്ലിജൻസ് ആണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. പക്ഷെ വെളിയിൽ കൊണ്ടുവരണ്ടേ? ഇത് അവിടെ തന്നെ വെച്ച് മൂടി തീർക്കുകയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്. വളരെ സത്യമാണ്. ഈ ആളുകളൊക്കെ തന്നെ ഈ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ പോകുന്നതിനെയൊക്കെ തന്നെ സർക്കാർ തന്നെ അങ്ങനെ പോകരുതെന്നൊക്കെ പറയുമ്പോൾ തന്നെയാണ് ഇങ്ങനെ സർക്കാരിന് സ്വന്തം അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ആളുകൾ മറ്റ് ആശുപത്രികളിലൊക്കെ പോകാതിരിക്കുന്നത്? എങ്ങനെയാണ്? പിന്നെ ഈ സാധാരണക്കാരന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ് മെഡിക്കൽ കോളേജ്. ഞാൻ അവിടെ പഠിച്ചതാണ്. ഞാൻ പറയുന്നത് അന്ന് പഠിക്കുന്ന കാലത്ത് ഉള്ളതിനേക്കാളും വേഴ്സാണ് ഇപ്പോഴും. അന്ന് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ചാല് എന്നും സാധാരണക്കാരന് ഒരു അഭയമുള്ളതാണ് മെഡിക്കൽ കോളേജ്. അവിടെ ഇങ്ങനാണെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? പിന്നെ അവർ പോകും പ്രൈവറ്റിൽ. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അസുഖം ഉള്ളപ്പം ചെന്നേ പറ്റത്തുള്ളൂ. ഈ റീസെന്റ് ആയിട്ട് ഒരു സംഭവം നടന്നു. ഞാൻ പേര് പറയുന്നില്ല. ഞാൻ പറയാം, ഒരു പേഷ്യന്റിന് ആക്സിഡന്റ് വന്നു. അപ്പോൾ ഒരു പിന്നെ പ്രൈവറ്റ് ആശുപത്രിയിലാണ് അവർ പോയത്. അവർ പറഞ്ഞ് ബ്രെയിൻ ഡെത്താണ്. പക്ഷെ ആ പേഷ്യന്റ് വേറൊരു ഡോക്ടർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കംപ്ലീറ്റ്ലി അവർ റിക്കവർ ചെയ്ത് ഞാൻ ആ പേഷ്യന്റിനെ പോയി കണ്ടു. അയാൾ സൗകര്യമായിട്ടിരിക്കുന്നു. പക്ഷെ ബ്രെയിനകത്ത് കുറച്ചൊരു ഡാമേജ് ഒക്കെ ഉണ്ട്. അതെല്ലാം അവർ ട്രീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു. ഞാൻ കണ്ടു, ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ആ പേഷ്യന്റ്. ഇതാണ് സ്ഥിതി. പാവപ്പെട്ടവന്റെ വളരെ ദയനീയമായ സ്ഥിതിയിലോട്ട് നമ്മൾ പോവുകയാണ്. സാധാരണക്കാരന് ഒരു സഹായം വേണ്ടതാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അവിടെയാണ് ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഉള്ളത്. അവിടെ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചു കൊടുക്കണം. വാങ്ങിച്ചു കൊടുത്താൽ അതിന്റെ മെയിൻ്റനൻസ് ചെയ്യണം. ഇതൊക്കെ നമ്മളെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാത്തടത്തോളം ആ ഡോക്ടർ എത്രമാത്രം സഫർ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് നാൾ വെളിയിൽ ജോലി ചെയ്ത് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്ത്. പക്ഷെ പ്രൈവറ്റിലാണ് ജോലി ചെയ്തത്. പക്ഷെ ഈ ഡോക്ടേഴ്സ് എന്തുമാത്രം അദ്ദേഹം ഹൃദയം തുറന്നാണ് പറയുന്നത്. എനിക്ക് പേഷ്യന്റിനോടുള്ള കടപ്പാട് അതാണ്. അവിടെയാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പഠിച്ച ഒരു ഡോക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഗവൺമെന്റിൽ നിൽക്കുന്നത്. എന്തിനാണ്? സർവീസ് മൈൻഡഡ്. അങ്ങനെ ഒരു ഡോക്ടർ പറയുമ്പം അദ്ദേഹത്തിന്റെ ആ ആത്മാർത്ഥത നിങ്ങൾ ആരും ചോദ്യം ചെയ്യരുത്. മീഡിയക്കാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.